ഉമേഷ്, അതുമാത്രമല്ല ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ആണെങ്കിൽ പോലും 2023-ലാണ് കണ്ടുമുട്ടുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് ഒരു സാധാരണ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവ്, ജില്ലാ നേതാവ് എന്ന നിലയിലൊക്കെ ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് കാണുന്നു. അതിന് പിന്നാലെയൊക്കെ ഇത്രമാത്രം, അതായത് ഈ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ്റെ ഓഫീസിൽ ഈ ഹുസൈൻ നിരന്തരം കയറി ഇറങ്ങുന്നു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് സെക്രട്ടേറിയറ്റിലും നിയമസഭാ മന്ദിരത്തിലൂടെയൊക്കെ പോകുന്ന ദൃശ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലും ഈ വി ഡി സതീശൻ അദ്ദേഹത്തെ ഈ ഹുസൈനെ വീട്ടിൽ വന്ന് സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഡിജിറ്റൽ തെളിവുകളാണ്. ഇതൊക്കെ രേഖകളായിട്ട് ഈ മുഹമ്മദ് ഹുസൈൻ്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതൊരു പ്രൈവറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം അത് വ്യക്തമാക്കുന്ന ആഴത്തിലുള്ളൊരു ബന്ധമാണ് ഈ മുഖ്യമന്ത്രി വി ഡി സതീശനും ഈ മുഹമ്മദ് ഹുസൈനും തമ്മിലുള്ളത് എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഇതൊക്കെ? അങ്ങനെയാണ് അക്ഷയ്. ഇവർ തമ്മിൽ ആഴത്തിൽ ബന്ധമുണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ കേസ് അന്വേഷണത്തിലെ അലംഭാവം എന്ന് തന്നെ നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതാണ്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ പുറത്തു വരേണ്ടതാണ്. പക്ഷേ അതിനൊക്കെ എവിടെയൊക്കെയോ ഒരു തടയിടുന്നു എന്നുള്ള അനുഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുക. കാരണം പ്രത്യേക സംഘം അന്വേഷിക്കുന്നില്ല. ഇത് അന്വേഷിച്ചിരുന്ന CIയെ മാറ്റുന്നു, SIക്ക് ചുമതല നൽകുന്നു. പിടിച്ചെടുത്ത ഫോണുകൾ അതേപോലെ തന്നെ വെച്ചിരിക്കുന്നു, ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നില്ല. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല. അങ്ങനെയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾ അറിവാകുകയുള്ളൂ. അപ്പോൾ ആരൊക്കെയോ ഇടപെട്ട് അത് അന്വേഷണത്തിന് തടയിടുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവുകയാണ്. ഇനി മുഖ്യമന്ത്രിയുടെ ബന്ധം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ 2023 ശേഷമാണ് പരിചയം എന്ന് പറഞ്ഞെങ്കിലും അതിന് മുൻപുള്ള ഒട്ടേറെ ചിത്രങ്ങൾ ഈ മുഹമ്മദ് ഹുസൈൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ അദ്ദേഹം ഇരിക്കുന്ന ചിത്രങ്ങളടക്കം ഈ അദ്ദേഹത്തിൻ്റെ തന്നെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വരെ വലിയ ആഴത്തിലുള്ള ബന്ധം ഇരുവരും തമ്മിലുണ്ട്. കാരണം അക്കാലത്തും മുഖ്യമന്ത്രി ഇവരുമായി ഒട്ടേറെ തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു സ്വാഭാവിക സെൽഫിയോ അങ്ങനെയൊന്നുമല്ല നമുക്ക് കാണാൻ കഴിയുക. ഇത് അടുത്ത പരിചയമുള്ള പോലെ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ ഓഫീസിലും ഈ ഹുസൈൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ദേശത്തെ വീട്ടിൽ വന്നിട്ടുണ്ട്, പറവൂരിലെ ഓഫീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടേറെ തവണ ഇവരുമായി അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അപ്പോൾ ആഴത്തിലുള്ള ബന്ധം അവർ തമ്മിൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഉണ്ട് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ 2023 ശേഷമാണ്, ഈ നവകേരള സദസ്സിന് ശേഷം മാത്രമാണ് ഹുസൈനെ പരിചയം എന്ന് ആദ്യം എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള ചോദ്യം വരുന്നത് തന്നെ സംശയാസ്പദമാകുന്നത് അതുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ പരിചയമുണ്ടെങ്കിൽ പറയാമായിരുന്നു, വളരെ മുൻപ് തന്നെ പരിചയമുള്ളവരാണ്, പക്ഷേ അന്ന് കേസില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ്. 2023 ശേഷം മാത്രമാണ് പരിചയം എന്ന് പറയുമ്പോഴാണ് അത് നുണയാണ് എന്ന് തെളിയിക്കപ്പെടുന്നത്. അതിന് തെളിവായി ഈ ദൃശ്യങ്ങളും വീഡിയോകളുമൊക്കെ ചിത്രങ്ങളുമൊക്കെ പുറത്തു വരികയാണ്. അപ്പോൾ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതും അതല്ലെങ്കിൽ കൃത്യമായ ദിശയിലല്ലാതെ പോകുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അക്ഷയ്, ഉമേഷ്, മറ്റൊരു കാര്യം, ഈ ആഭ്യന്തര വകുപ്പിനെ നോക്കുകുത്തിയാക്കുന്ന ഒരു നടപടി കൂടിയല്ലേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? കാരണം ഓപ്പറേഷൻ തൂഫാനും ഒക്കെ ആയിട്ട് രമേശ് ചെന്നിത്തല കൊണ്ടുപിടിച്ച് പോവുകയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഒരു മാരക മയക്കുമരുന്ന് വേട്ടയാണ് ഉണ്ടായത്. അതിൽ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരാണ് എന്നുള്ളത് കൊണ്ട് നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. ഇവരെ പിടികൂടിയത് മാത്രം ഇവർ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ ഉൾപ്പെട്ട കോർഡിനേറ്ററാണ് എന്ന വിവരം പുറത്തേക്ക് വന്നതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരായതുകൊണ്ട് തുടർന്നുള്ള ഒരു പരിശോധനകളും ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ വലിയ മയക്കുമരുന്ന് വേട്ടയൊക്കെ നടക്കുമ്പോൾ ഇവരുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കണം, ഫോണുകൾ പരിശോധിക്കണം, മറ്റ് ഇവരുടെ ബന്ധുക്കളുടെ വീട്ടുകാരുടെയൊക്കെ അക്കൗണ്ട് രേഖകൾ പരിശോധിക്കണം, ഈ പണം സോഴ്സ് എവിടെ നിന്നാണെന്ന് പരിശോധിക്കണം, ഈ MDMAയുടെ ഉറവിടം പരിശോധിക്കണം. ഇങ്ങനെ ഒരു പരിശോധനയും നടത്താതെ ഈ ഓപ്പറേഷൻ തൂഫാനെ കൂടി നോക്കുകുത്തിയാക്കുകയല്ലേ? ആഭ്യന്തരമന്ത്രിയെ ഹൈജാക്ക് ചെയ്ത് അദ്ദേഹത്തെ ഒരു മൂലക്കിരുത്തുന്ന ഒരു നടപടി കൂടിയല്ലേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അടുപ്പക്കാർക്ക് വേണ്ടി? അങ്ങനെ കണക്കാക്കാം അക്ഷയ്. കാരണം ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുക. കാരണം ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് പോലീസ് അവരുടെ ജോലി ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാസർഗോഡ് നിന്ന് ഈ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ സഞ്ചരിച്ച ചുവന്ന കളർ സ്വിഫ്റ്റ് കാർ തടഞ്ഞ് പരിശോധിക്കുകയും അതിൽ 3 പേരാണ്. ആ 3 പേരുടെ ദേഹപരിശോധന നടത്തിയപ്പോൾ 3 പേരുടെ കയ്യിൽ നിന്നും MDMA ലഭിക്കുന്നു. അതുകൂടാതെ കാറിൻ്റെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ച നിലയിലും MDMA ഉണ്ടാകുന്നു. അത് എത്രയാണ് എന്നുള്ളത് പോലീസ് കൃത്യമായി നിയമപരമായി തന്നെ അളന്നു തൂക്കി തിട്ടപ്പെടുത്തുന്നു. ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഫോണുകൾ പോലീസ് വാങ്ങിവെക്കുന്നു. അത് തുടർ പരിശോധനകൾക്കായുള്ള നീക്കം പോലീസ് നടത്തുന്നു.
FIR രജിസ്റ്റർ ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അവർക്ക് വിവരം കിട്ടി നടപടിയിലേക്ക് പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി FIR രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങളൊക്കെ പോലീസ് വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, എങ്ങനെ ഈ കാസർഗോഡ് വെച്ച് മാത്രം ഇവർ പിടിയിലാകുന്നു എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ഈ MDMA യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്, ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ അവർ ചെയ്തിരുന്നത്, അവർ പറയുന്നത് പ്രകാരം എറണാകുളത്തേക്കാണ് നേരിട്ട് ഇത് എത്തിക്കുക. എറണാകുളത്ത് എത്തിച്ച ശേഷം ഓരോ ജില്ലയിലും ആവശ്യക്കാർക്ക് ഇത് കൈമാറി പോവുകയാണ്. അപ്പോൾ എറണാകുളം ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും വടക്കോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, അങ്ങനെ ആ വടക്കൻ ജില്ലകളിൽ ഇത് വിതരണം ചെയ്ത് ഏറ്റവും അവസാനമാണ് കാസർഗോഡ് വിതരണം ചെയ്യുമ്പോഴാണ് ഇവർ പിടിയിലാകുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള ജില്ലകളിലൊക്കെ വിതരണം ചെയ്യുമ്പോൾ എങ്ങനെ ഇവർ രക്ഷപ്പെട്ടു എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യമാണ്. പോലീസ് പരിശോധനയെ ഇവർ മറികടന്നിരിക്കുന്നു. പോലീസ് പരിശോധന ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. കാരണം ഇത്രയധികം സ്ഥലങ്ങൾ കടന്നു വേണം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെത്താൻ. അപ്പോൾ അതുവരെയുള്ള പോലീസ് പരിശോധനകളെല്ലാം ഇവർ മറികടന്നത് ഇവരുടെ ഉന്നത രാഷ്ട്രീയ ബന്ധം പോലീസിനോട് പറഞ്ഞു തന്നെയാണ് എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. നേരത്തെ തന്നെ അത് സംബന്ധിച്ച് വിവരം ഉണ്ടായിരുന്നു. കാരണം ഒരുപക്ഷെ അവരെ പിടിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയുമൊത്തുള്ള ചിത്രങ്ങളൊക്കെ ആയിരിക്കാം ഈ പ്രതി ഹുസൈൻ ഇവരെ കാണിക്കുക. ഇവർ തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്, മറ്റ് ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞായിരിക്കാം ഇവർ ഈ പോലീസ് പരിശോധന മറികടന്നിട്ടുള്ളത്. അപ്പോൾ ഉന്നത രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് അതിനെ മറയാക്കി ഇവർ ഈ MDMA കടത്ത് നടത്തി എന്ന് വേണം വായിച്ചെടുക്കാൻ. അതിനുശേഷമാണ് ഒടുവിൽ കാസർഗോഡ് വെച്ച് അവർ പിടിയിലായി. പിന്നീട് അവർക്ക് മറ്റു വഴികളില്ലാതെ പിടിയിലായ ശേഷവും അവരുടെ ഉന്നത ബന്ധം സംബന്ധിച്ച് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും ഇത് വലിയ വാർത്തയായി വരികയും ഇവർ മുഖ്യമന്ത്രിയുമായുള്ള ഈ ബന്ധം അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്തു. പക്ഷേ അതുവരെയും അവർ ഈ ബന്ധം മറയാക്കി MDMA കടത്ത് നടത്തി എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായ വിഷയമാണ്. ഇതിപ്പോൾ 2026 അപ്പോൾ എന്നു മുതൽ അവർ ഈ നടപടികൾ അല്ലെങ്കിൽ ഈ MDMA കടത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. അവർക്കിങ്ങനെ വളരെ ധൈര്യപൂർവ്വം കേരളത്തിലേക്കും പുറത്തുമൊക്കെ MDMAയുമായി സഞ്ചരിക്കാൻ അവർക്ക് ഇങ്ങനെ കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ എങ്ങനെ കഴിഞ്ഞു? ഒരു ഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ വിദേശത്തു നിന്ന് വരെ ഈ MDMA കടത്ത് നടത്തിയിട്ടുണ്ടെന്നുള്ള സംശയം അവർക്കുണ്ട്. കാരണം ഇതിൽ മറ്റൊരാളായ അബ്ദുൾ സലാം എന്ന് പറയുന്ന ആൾ വിദേശയാത്രയ്ക്ക് ഒട്ടേറെ തവണ നടത്തിയ ആളാണ്. അയാളുടെ വിദേശയാത്രകൾ സംശയാസ്പദമാണ്. തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ് അവർ പോയത്. തായ്ലൻഡ് എന്ന് പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവിൻ്റെയൊക്കെ കേന്ദ്രമാണ്. അവിടെ നിന്ന് ഒട്ടേറെ പേർ കേരളത്തിലേക്ക് ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കം ഈ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നുണ്ട്. മാത്രമല്ല ഇവർ ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ്. പെരുമ്പാവൂർ അനസ് എന്ന് പറയുന്ന ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരാണ് ഈ പ്രതികൾ എന്നുള്ള കാര്യവും പുറത്തു വന്നതാണ്. അപ്പോൾ ഇത് വലിയൊരു നെറ്റ്വർക്കായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ വിദേശത്ത് നിന്ന് ലഹരി കടത്തുമ്പോൾ ഇവിടെ നിന്ന് പണം ഹവാലയായി അങ്ങോട്ടേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന വിവരങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കേണ്ടതായിരുന്നു. ഇത് വിദേശവും അന്താരാഷ്ട്ര മാനങ്ങളുള്ളതുകൊണ്ട് തന്നെ NCB നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഇതിൻ്റെ പ്രാഥമിക വിവരശേഖരണം തുടങ്ങിയതാണ്. പക്ഷേ അതും ഇടയ്ക്ക് വെച്ച് നിന്നുപോയി എന്നുള്ളതാണ്. കാരണം പോലീസാണ് NCBക്ക് വിവരങ്ങൾ കൈമാറേണ്ടത്. പക്ഷേ കൃത്യമായി NCBയുമായി പോലീസ് സഹകരിച്ചില്ല എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പല വഴിക്ക് ഈ അന്വേഷണത്തിൽ പല ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ തന്നെയാണ് ഈ സംശയങ്ങൾ, ദുരൂഹതകൾ ഏറുന്നത്. എന്തായാലും ഇതൊരു പ്രത്യേക സംഘം രൂപീകരിച്ച് വളരെ സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകേണ്ട ഒരു കേസാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പോയാൽ ഈ പ്രതികളുടെ സാമ്പത്തിക ഇടപാട്, ആരുമൊക്കെയായി ഇവർ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്, ആരുടെയൊക്കെ സഹായത്തോടെയാണ് ഇവർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MDMA കടത്തിയിട്ടുള്ളത് തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ സമഗ്രമായ അന്വേഷണം ഇതിൽ നടക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ആ അന്വേഷണവുമായി എത്രത്തോളം സഹകരിക്കും, അല്ലെങ്കിൽ ആ അന്വേഷണത്തിനുള്ളൊരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. അക്ഷയ്.